വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കടയിൽ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോഴാണ് നിങ്ങൾ ഈ ടോപ്പ് ഇവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. നമ്മൾ ടോപ്പിൻ്റെ പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം വാങ്ങിച്ചത് ഈ ടോപ്പായിരുന്നു കേട്ടോ. ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ ടോപ്പുകൾ വാങ്ങിക്കുന്നത് കൊണ്ട് തെറ്റില്ലാന്ന്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുറഞ്ഞ കോട്ടൺ ലൈനിങ് തുണിയിൽ നമ്മുടെ ലേസൊക്കെ പിടിപ്പിച്ചെടുത്ത ഷോളാണ് കേട്ടോ. ഈ ഷോള് കഴുകി ഇതിൻ്റെ ആത്മാവും ജീവനും എല്ലാം നഷ്ടപ്പെട്ടിട്ടും പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നതായിരിക്കും നല്ലത്. ടോപ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. 200 സംതിങ് തന്നെയാണ് റേറ്റ്. ഇന്ന് ഞാൻ തനിച്ച എല്ലാ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുന്നത് ഹസ്ബൻഡും ഉണ്ട്. അപ്പം ഞാൻ മെയിനായിട്ട് വന്നത് ഇതുപോലത്തെ ചിക്കൻ നഗറ്റ്സ്, അതുപോലെ മോമോസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഫ്രോസൺ ഐറ്റംസ് എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ആഗ്രഹിച്ച് വന്നതൊക്കെ കയ്യിൽ കിട്ടി. അങ്ങനെ വാങ്ങിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത്താഴം ചോറ് കഴിക്കാനായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി കേട്ടോ. ഞാൻ തന്നെയാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത്. മോരുകറി അമ്മച്ചി ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചിരുന്നായിരുന്നു. അപ്പം ചോറും മോരുകറിയും ചിക്കൻ കറിയൊക്കെ ഹസ്ബൻഡ് കഴിക്കും. ചിക്കൻ്റെ കുറച്ച് വലിയ പീസുകൾ നമ്മൾ കറി വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതെടുത്തിട്ട് ടപ്പേന്നൊരു കറി ഉണ്ടാക്കിയതാണ്. ഈ ടപ്പേന്ന് ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ പ്രത്യേക രുചിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ വാസ്തവമാണെന്ന് ഇന്നാണ് മനസ്സിലായത്. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു, പ്രത്യേകിച്ച് ഈ ഗ്രേവിക്ക്. നല്ല ഒന്നാന്തരം ചിക്കൻ കറിയും ചോറും ഒക്കെ കഴിക്കാനുണ്ടായിട്ടും ഇതൊന്നുമല്ല ഞാൻ കഴിച്ചത് കൊറിയൻ കാട്ട രാമൻ. ഈ കൊറിയൻ രാമൻ കുറച്ച് കാലം കൊണ്ട് ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നേ. ഇതിനകത്തൊരു പാക്കറ്റ് ഉണ്ട്, ഒന്നല്ല 2 പാക്കറ്റ്. ഒരു പാക്കറ്റ് വെജീസും ഒരെണ്ണം കിംചി സീസണിങ്ങും ആണ്. ചുരുക്കം പറഞ്ഞാൽ ഇതാണ് പാചകം ചെയ്ത വിഭവം. അല്ലെങ്കിൽ എനിക്ക് നൂഡിൽസ് ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പ് നൂഡിൽസ് ആണ് ഇഷ്ടം. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഇങ്ങനെ ലൂസ് ആയിട്ടിരിക്കുന്നത്. നല്ല എരിവുള്ള കിംചി ഫ്ലേവറോട് കൂടിയ നൂഡിൽസ്. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഇതിന്റെ ഒരു നോർമൽ റിവ്യൂ. ഈ ചട്ടി പൊട്ടാതെ ഇനി ചട്ടിക്ക് മോക്ഷമില്ല. ഊതി ഒരു സ്പൂൺ കഴിക്കട്ടെ, ഇപ്പൊ പറയാവേ ഇതെങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട് കൊറിയൻ റാമൻ, ഇഷ്ടപ്പെട്ട എന്ന് ചോദിച്ചാല് എനിക്ക് പറയാനൊന്നുമില്ല. വേണമെങ്കിൽ എന്റെ മുഖത്ത് മിന്നി മറയുന്ന പച്ചാള എക്സ്പ്രഷൻ കണ്ട് മനസ്സിലാക്കിക്കോ. കൊള്ളത്തില്ലെന്നല്ല, എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്.